നമസ്കാരം. റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. പുതുക്കിയ ഫോർമാറ്റിലുള്ള പ്രഥമ യുവേഫ ചാമ്പ്യൻസ് ലീഗിന്റെ ലീഗ് ഘട്ടത്തിൽ റയൽ മാഡ്രിഡ് നാളെ തങ്ങളുടെ ആദ്യ മത്സരം കളിക്കാൻ ഇറങ്ങിയാണ്. എതിരാളികൾ VfB സ്റ്റുട്ട്ഗർട്ട് ആണ്. നാളെ എന്ന് പറയുമ്പോൾ നമുക്ക് സാങ്കേതികമായി ബുധനാഴ്ച പുലർച്ചെ 12:30 ആ മത്സരം സാന്റിയാഗോ ബെർണാബുവിൽ വെച്ച് നടക്കുന്നത്. നിലവിലെ ചാമ്പ്യൻസ് ലീഗ് ജേതാക്കളാണ് റയൽ. പക്ഷേ കഴിഞ്ഞ തവണത്തെ ചാമ്പ്യൻസ് ലീഗ് പോലെയല്ല, ഫോർമാറ്റിൽ മാറ്റമുണ്ട്. നമ്മൾ നേരത്തെ വിശദമായിട്ട് അതിനെക്കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പം സീസൺ മാറി, പുതിയ ഫോർമാറ്റ് വന്നു. ഇപ്പോഴും റയൽ മാഡ്രിഡ് തന്നെ ഫേവറിറ്റുകൾ എന്ന തരത്തിൽ വിലയിരുത്തലുണ്ട്. ഇന്ന് പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ മാധ്യമപ്രവർത്തകരെ കണ്ട ആഞ്ചലോട്ടി പക്ഷെ പറയുന്നു, ഞങ്ങൾ നിലവിലെ UCL ചാമ്പ്യന്മാരാണ്, സംഗതിയൊക്കെ ശരി, പക്ഷെ അതിനർത്ഥം ഞങ്ങൾ വീണ്ടും ഇത്തവണയും ഫേവറിറ്റുകളാണ് എന്നല്ല. മികച്ച ഒരു പ്രകടനം നടത്തി വീണ്ടും ഫൈനലിലേക്ക് എത്താൻ കഴിയുമെന്നാണ് എൻ്റെ പ്രതീക്ഷ എന്ന് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് ഒന്ന് പോവുകയാണ്. അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ നിലവിൽ ചാമ്പ്യൻസ് ലീഗിലെ ജേതാക്കളാണ്, പക്ഷെ അതിൻ്റെ അർത്ഥം ഇത്തവണയും ഞങ്ങൾ വീണ്ടും ഫേവറിറ്റുകളാണ് എന്നല്ല. ഇതൊരു പുതിയ സീസണാണ്. ഹോപ്പ്ഫുള്ളി വി വിൽ ഗോ ടു ദി ഫൈനൽ അഗെയിൻ എന്നാണ് അദ്ദേഹം പറയുന്നത്. ഏതായാലും യുവേഫ ചാമ്പ്യൻസ് ലീഗ് മത്സരത്തിനായിട്ട് ഇപ്പോൾ കിടിലൻ സ്ക്വാഡ് തന്നെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് റയൽ മാഡ്രിഡ്. ജൂഡ് ബെല്ലിംഗാം മടങ്ങിയെത്തി, ഷുവാമനി മടങ്ങിയെത്തി. എദർ മിലിറ്റാവോയുടെ പരിക്കിൻ്റെ പ്രശ്നങ്ങൾ പൂർണ്ണമായിട്ടും മാറി 100% അവൈലബിൾ ആണ് എന്ന് പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ കോച്ച് പറയുകയും ചെയ്തു. അപ്പോൾ റയലിൻ്റെ സ്ക്വാഡിലേക്കൊന്ന് പോകാം. ഗോൾ കീപ്പർമാരായിട്ട് കോർട്ടുവ, ലൂനിൻ, ഫ്രാൻ ഗോൺസാലസ് എന്നിവരാണുള്ളത്. ഡിഫൻഡർമാരായിട്ട് കർവാഹൽ, എദർ മിലിറ്റാവോ, ലൂക്കാസ് വാസ്കസ്, വല്ലേജോ, ഫ്രാൻ ഗാർഷ്യ, റൂഡിഗർ, മെൻഡി എന്നിവരുണ്ട്. മധുരയിലേക്ക് ബെല്ലിംഗാം, വാൽവെർദെ, മോഡ്രിച്ച്, ഷുവാമനി, ആർദ ഗ്യൂളർ. മുന്നേറ്റ നിരയിൽ വിനി ജൂനിയർ, എംബാപ്പെ, റോഡ്രിഗോ, എൻട്രിക്, ബ്രാഹിം എന്നിവർ. ഏതായാലും മികച്ച ഒരു സ്ക്വാഡ് തന്നെയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. VfB സ്റ്റുട്ട്ഗർട്ടിനെതിരെ സ്വന്തം മൈതാനത്ത് വിജയിച്ച് കയറാൻ കഴിയും എന്ന ആത്മവിശ്വാസത്തിലാണ് റയൽ മാഡ്രിഡ് ഉള്ളത്. ഡാനി കർവാഹലും മാധ്യമങ്ങളെ കണ്ടപ്പോൾ അത് തന്നെയാണ് പറഞ്ഞത്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റ് ഓഫ്